അമ്മ ഇതെവിടെ പോയി? നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി അമ്മയെ കണ്ടുപിടിച്ചിട്ട് വരാം. മിക്കവാറും നാളത്തെ സദ്യവട്ടങ്ങളുടെ കാര്യം നോക്കാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടാവും. ഇപ്പൊ വരാം. ഇവളോ? ഹലോ, ഔട്ട് കംപ്ലീറ്റ്. ഹലോ മാഡം. ആ, താൻ ഇങ്ങോട്ടൊന്ന് കയറി വാ. തന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. ഇനി എന്താ മാഡം? എന്റെ പണി പോവും. അല്ലെങ്കിലും തന്റെ പണി പോവും. ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നെന്നും അതിട്ട് താനാണെന്നും പറഞ്ഞ് ഞാൻ തന്നെ കംപ്ലൈന്റ് ചെയ്യട്ടെ? അയ്യോ മാഡം, ചതിക്കരുത്. ആ, എന്നാ മര്യാദയ്ക്ക് വന്നോ. താൻ പറയുന്ന കാശ് തരാം. ശരി മാഡം. എക്സ്ക്യൂസ് മീ മാഡം. ആ, യെസ്. എന്താ മാഡം? താൻ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. എന്നാ താൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോ. ഞാൻ റൂമിൽ വെയിറ്റ് ചെയ്യാം. ശരി മാഡം. ആ സർ. അതെ, ഇവിടെ വേക്കൻ്റ് റൂമുണ്ടോ? ഗസ്റ്റ് ഇല്ലാത്തത്? ഉണ്ട് സർ. താൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. പതിവില്ലാത്ത പോലെ എനിക്ക് ഉറക്കം വരുന്നു. ചെയ്യാം സാർ. ആ ഇവിടെ കിടന്നു സാർ. ഓക്കെ.
പാലട അടക്കം 4 കൂട്ടം പായസം. അതൊക്കെ മതിയല്ലടി? ഷോ മതി അമ്മേ. മറന്നല്ലോ, നമ്മുടെ പൈനാപ്പിൾ അച്ചാറും കൂടി എടുക്കായിരുന്നല്ലേ? നമ്മുടെ കുടുംബശ്രീയുടെ സ്പെഷ്യൽ ഐറ്റം അല്ലേ? അതെ അമ്മേ, സ്പെഷ്യൽ ഐറ്റം ഒക്കെ വിളമ്പാൻ ഇനി ഒരുപാട് സമയമില്ലേ? രാജീവ് സാറിന്റെ അമ്മയും അമ്മാവനും പിന്നെ അവരുടെ കുറച്ച് ബന്ധുക്കളും മാത്രമല്ലേ ഉള്ളൂ ചടങ്ങിന്. അതെ, എന്നാലും എന്താ അമ്മേ? അല്ല, ഇവളെന്തിനാ ഇത് പൂട്ടിയത്? ബെല്ല് വർക്കാവുന്നില്ല. ശ്യാമേ, ശ്യാമേ. എന്തടി? അല്ല, അവള് ഡോറ് പൂട്ടിയിട്ടിരിക്കുക. സർ, ഞാനിപ്പോ വിളിക്കാവേ. ശ്യാമേ. എന്താ എന്താ അമ്മേ? എന്താ വിഷ്ണുട്ട, ശ്യാമ വാതില് തുറക്കുന്നില്ല. എന്താ ലോക്കാണല്ലോ. ബെല്ലും വർക്ക് ചെയ്യുന്നില്ല. എന്താ സാർ? ഈ 350 സ്പെയർ കീ എടുത്തുണ്ടോ? ചേടാ, ഇതിപ്പോ എന്താ? എന്ത്? വിഷ്ണുട്ട, ഇതിപ്പോ അകത്തുനിന്ന് ലോക്ക് ചെയ്താലും കറണ്ട് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ മാസ്റ്റർ സ്വിച്ച് ഓഫ് ചെയ്യണം. അതെന്തിനാ? അമ്മയും കുട്ടി ഞാൻ ഇപ്പൊ വരുമെന്ന് അവൾക്ക് അറിയായിരുന്നല്ലോ. ചിലപ്പോ അവൾ ഉറയും കാണും ശാലിനി. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂന്നേ. റൂം പൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. നമ്മളെല്ലാവരും ഇവിടെ ഇല്ലേ? ഈ സമയത്ത് എങ്ങോട്ട് പോകാനാ അവള്? ഏയ്, അതൊന്നും ആയിരിക്കത്തില്ല. അറിയാൻ വയ്യാത്ത ഏതെങ്കിലും സാധനത്തിൽ പിടിച്ച് തിരിച്ചിട്ടുണ്ടാവും. അതാവും കറണ്ട് പോയത്. ഞാൻ ആ പെണ്ണിനോട് 100 വട്ടം പറഞ്ഞിട്ടുള്ളത്. ഷെടാ, ഉറക്കമാണെന്ന് തോന്നുന്നു. വന്നല്ലോ. ഇതാ സാർ. ഇതാ തുറന്നല്ലോ, ഇത്രയേ ഉള്ളൂ. വാ. നിന്നെ എന്താടി കാണിച്ചത്? കല്യാണം കഴിക്കാത്ത എന്റെ മോള് ഒരു പരപുരുഷനെ കെട്ടിപ്പിടിച്ച് ബെഡിൽ ഉറങ്ങുന്ന കണ്ട ഞാൻ എന്താടി ചാമര വീശി കൊടുക്കണോ? അല്ലോ, അമ്മ ഒരു ചെണ്ടയായിട്ട് ഇറങ്ങ. കല്യാണം കഴിക്കാത്ത എന്റെ മോള് പരപുരുഷനെയും കെട്ടിപ്പിടിച്ച് ഹോട്ടൽ റൂമിൽ കിടക്കുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവുമല്ലോ. ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. വിഷ്ണു, ഇതെങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമാണോ? അമ്മേ, രോഹിത്തിനെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാ ഞാൻ. നിങ്ങൾക്കറിയായിരിക്കും, മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അമ്മ, ഇതിപ്പോ നമുക്ക് 5-6 പേർക്ക് അല്ലാതെ വേറെ ആർക്കും അറിയില്ല. അമ്മയായിട്ട് മറ്റുള്ളവരെ കൂടി അറിയിക്കാതിരുന്നാ മതി. അല്ലെങ്കിൽ തന്നെ ഇത്ര ബഹളം വെക്കാൻ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്നാ? രോഹിത്തും ശ്യാമയും കൂടി ഒരു ബെഡിൽ കിടന്നതോ? അതുകൊണ്ടെന്താ ആകാശം ഇടിഞ്ഞു വീഴോ? ആകാശം ഇടിഞ്ഞ് വീഴും. കല്യാണം കഴിപ്പിച്ച് വിടാത്ത ഒരു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അത് പറഞ്ഞ മനസ്സിലാകുള്ളൂ. ശാരദാമ്മ, സമാധാനപ്പെട്ട്. ആദ്യം നമുക്ക് സംഭവിച്ച എന്താന്ന് മനസ്സിലാക്കണ്ടേ? നീ പറ, എന്താ സംഭവിച്ചേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ ചേച്ചി. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. സംഭവിച്ച എന്താന്ന് പറ. കുഞ്ഞേച്ചി എന്നെ റൂമിലിരുത്തിയിട്ട് അമ്മയെ അന്വേഷിച്ച് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഉറക്കം വന്ന് ഞാനീ ബെഡിൽ കയറി കിടന്നു. വാതിൽ ലോക്ക് ചെയ്യാൻ പോലും മറന്നു.
എനിക്ക് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്ന് മയങ്ങിപ്പോയി എന്നുള്ളത് സത്യമാ. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോ നിങ്ങൾ എല്ലാരും എന്റെ കൺമുന്നിലുണ്ട്. ബ്രോ, ഞാനിതുവഴി വരുമ്പോ നല്ലതുപോലെ ഉറക്കം വന്നു, മയങ്ങി വീഴാൻ പോകുന്നത് പോലെ. വേക്കൻ്റെ റൂം ഏതെങ്കിലും ഉണ്ടോന്ന് ഇതുവഴി വന്ന ഏതൊരു ബേറോട് ഞാൻ ചോദിച്ചു. അയാളാ എന്നെ ഈ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും ബെഡിൽ കിടത്തിയതും ഒക്കെ. പിന്നെ ഈ റൂമിൽ ലൈറ്റ് പോലും ഉണ്ടായിരുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒന്നും ശ്രദ്ധിച്ചില്ല. കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇപ്പോഴാ. പിന്നെ എങ്ങനെയാ? മതി അമ്മേ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടുന്ന് ഞാൻ അമ്മയെ തിരക്കി വന്നിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടില്ല. സംഭവിച്ചു പോയൊരബദ്ധം അതിനി നമ്മളായിട്ട് പറഞ്ഞു വലുതാക്കണ്ട. അത് എന്നാലും ശാലിനി ഏത് ബെററാണാവോ? വീട് വിഷ്ണുവേട്ടാ, ഇനി ഇതിന്റെ ഒന്നും പിന്നാലെ പോകുന്നില്ല നമ്മള്. ഇതിവിടെ തീരുന്നു, തീരണം. വിഷ്ണുട്ടാ, രോഹിത്തിനെ വിളിച്ചോണ്ട് പുറത്തു പോ. രോഹിത് വന്നേ. എല്ലാം ചെയ്തു വെച്ചിട്ടിരുന്ന മോങ്ങിക്കോ. ഇത് കള്ളോർക്കം തന്നെയാ. അല്ലെങ്കിൽ രോഹിത് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആർക്കാ ഓർക്കം വരിക? ഈശ്വര, എടി എന്നാൽ ഇവള് അമ്മ, ഇവളെന്ത് ചെയ്തെന്നാ? എടി അവളൊന്നും ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. സൂക്ഷിക്കേണ്ട അടുത്ത് സൂക്ഷിച്ചില്ല. അതാ ഒരു പെണ്ണ് ആദ്യം പഠിക്കേണ്ട പാഠം. അമ്മ ഇപ്പൊ മക്കളെ പാഠം പഠിപ്പിക്കാൻ നിൽക്കുവാണോ? അതോ നാളെ ശാരികേച്ചിയുടെയും രാജീവ് സാറിന്റെയും 2ാം മംഗല്യം നടത്താൻ പോവാണോ? എന്റെ ദേവി, മുറിഞ്ഞു പോയൊരു ബന്ധം കൂട്ടിക്കെട്ടാൻ പോവുക. അതിനി ഒരു തടസ്സം ഉണ്ടാക്കല്ലേ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ശാരദാമ്മേ. നിങ്ങളുടെ 3 മക്കളിൽ ഒരാളുടെ ജീവിതം ഞാനിങ്ങെടുത്തു. കൊരങ്ങന്റെ കൈ കിട്ടിയ പൂമാലയാക്കും ഞാൻ. ഒരുപാട് സങ്കടങ്ങൾ താണ്ടിയവളായ എന്റെ മോള് ഒരു പെൺജന്മത്തിന് താങ്ങാവുന്നതിലധികം നീ അവക്ക് കൊടുത്തു. ഇപ്പൊ കാറിലും കോളിലും ചുഴിയിലും ഒക്കെ പെട്ടിരുന്ന അവളുടെ ജീവിതം ഒരുവിധം കരയ്ക്കടുത്തിരിക്കുക. ഇനിയെങ്കിലും നീ അവക്ക് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണേ. അമ്മേ, എന്താ? സന്തോഷം കൊണ്ടാ മോളെ. അമ്മയ്ക്ക് സന്തോഷിക്കാനുള്ള ദിവസമല്ലേ ഇന്ന്. തിരുമേനി, ആ ചടങ്ങ് പൊട്ടിപ്പോയ മംഗല്യസൂത്രം കൂട്ടിയിണക്കുന്ന ചടങ്ങല്ലേ? ആ, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് എപ്പോ വേണമെങ്കിലും ആകാമല്ലോ.
ശ്രീകോവിലിന് മുന്നിൽ വെച്ചൊരു താലികെട്ട് മാത്രം മതിയാകും. അർദ്ധനാരീശ്വരൻ സാക്ഷിയാകണമെന്ന് മാത്രം. ശാരദേ, ഒരുക്കങ്ങളൊന്നും ബാക്കിയില്ലല്ലോ? ഇല്ല ഗോപാലേട്ടാ, വിഷ്ണുമോനല്ലേ ഒരുക്കങ്ങളൊക്കെ ഏറ്റിരുന്നത്. നമ്മളൊന്നും അറിയണ്ടെന്നാ പറഞ്ഞത്. പിന്നെ എന്താ നിന്റെ മുഖത്തൊരാശങ്ക? അത് ഗോപാലേട്ടാ, ഈ ചടങ്ങ് ചിലപ്പോ നടന്നേക്കില്ലെന്ന് എന്റെ ഉള്ളിലൊരു പേടി. ഹ, അശുഭം പറയാതെ ശാരദേ, എന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? അത് ഈ ചടങ്ങ് തടയാൻ ആരോ ശ്രമിക്കുന്ന പോലെ എന്റെ മനസ്സിനുള്ളിലിരുന്ന് ആരോ പറയുന്നു. അതൊക്കെ നിന്റെ വെറും തോന്നലാ ശാരദേ. ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ചടങ്ങ് ശുഭമായി തന്നെ നടക്കും. എന്റെ അത്തരം തോന്നലുകളൊന്നും വെറുതെ ആയിട്ടില്ല ഗോപാലേട്ട. അതാ ഇപ്പൊ എന്നെ ഭയപ്പെടുത്തുന്നത്. വിജയേ, ഇത് വേണോന്ന് ഇപ്പോഴും എനിക്കൊരു സംശയമുണ്ട്. നമ്മളെ ഛർദ്ദിച്ചത് വിഴുങ്ങിയല്ലേ എന്നാ ഇപ്പോഴും എന്റെ സംശയം. കൃഷ്ണൻകുട്ടി ചേട്ടനൊന്നും മിണ്ടാതിരുന്നേ. അവന് വേണ്ടി വേറെ പെണ്ണിനെ നോക്കിയതല്ലേ നമ്മള്. കാര്യങ്ങളെല്ലാം കരയ്ക്കെടുത്തപ്പോ അവൻ മലക്കം മറിഞ്ഞില്ലേ? എന്താ കാര്യം? അവന്റെ മനസ്സിൽ ഈ പെണ്ണ് കിടക്കല്ലേ. ഇനി ഏത് ഭൂലോകരംഭ വന്നാലും അവന്റെ മനസ്സിളകാൻ പോകുന്നില്ല. എന്തായാലും അവനൊരു കൂട്ട് വേണം. അത് പിന്നെ ശാരികയെങ്കിൽ ശാരിക. നമസ്കാരം ആന്റി. നീ സുസ്മിത. നിനക്ക് ക്ഷണം ഉണ്ടായിരുന്നോ? ചടങ്ങിൽ പങ്കെടുക്കാനൊന്നും വന്നതല്ല ഞാൻ. ഇവിടെയുള്ളവരെല്ലാം നമ്മുടെ പരിചയക്കാരല്ലേ. ശ്രീകോവിലുള്ള അർദ്ധനാരീശ്വരനടക്കം എല്ലാരെയും കണ്ടും കേട്ടും ഒന്ന് പരിചയം പുതുക്കി പോവാന്ന് കരുതി. അല്ല, രാജീവ് സാർ എവിടെ ആന്റി? അവനൊരുങ്ങാൻ പോയിരിക്കുക. ഓ, ആ, ദാ വന്നല്ലോ.